അതിരപ്പള്ളിയിൽ രക്ഷാദൗത്യത്തിനിടയിൽ മയങ്ങി വീണ ആനയ്ക്ക് താങ്ങായി കുങ്കിയ ആന. മയങ്ങി വീഴുന്നത് വരെ ആനയെ താങ്ങി നിർത്തിയത് മറ്റൊരാന. ഏഴാറ്റുമുഖം ഗണപതിയാണ് മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് തുണയായത്. ആ ദൃശ്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ വളരെ കൗതുകത്തോടെ ലൈവായി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൂടുതൽ വ്യക്തത വരികയാണ്. ഒരുപക്ഷെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ ആനയുടെ അടുത്തുണ്ടായിരുന്നത് മറ്റൊരാന, അതിനുശേഷം കുങ്കിയാനകൾ സ്ഥലത്തെത്തുന്നു. ഇപ്പോൾ നടക്കുന്നതും എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വളരെ കൗതുകരമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കാഴ്ച തന്നെയാണ് ശരിക്ക് നമ്മൾ നേരത്തെ കണ്ടത് എന്ന് നമുക്കിപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തള്ളി ഇട്ടതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് ഈ മയക്കുവെടിയേറ്റ് ശാന്തനായി മയക്കുവെടിയേറ്റ് ക്ഷീണിതരായി നിന്നിരുന്ന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ഏഴാറ്റുമുഖം ഗണപതി ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹലാളനങ്ങളാണ് ഈ മയക്കുവെടിയേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ടും ഈ നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു താങ്ങാവാൻ, ഒരു തണലാവാൻ, ഒരു കൂടെ നിന്ന് അവനെ ശാന്തനാക്കാനും അതുപോലെ തന്നെ വീഴാതിരിക്കാനുള്ള ഒരു ശ്രമവുമാണ് ഏഴാറ്റുമുഖം ഗണപതി അല്പസമയത്തിന് മുമ്പ് നടന്നത്. തീർച്ചയായിട്ടും ഈ കാടിന്റെ, നമ്മൾ വന്യമൃഗങ്ങളെന്നൊക്കെ പറയുമെങ്കിൽ പക്ഷേ ഈ കാടിന്റെ അല്ല, ആ ഒരു സ്നേഹത്തിന്റെ കാഴ്ച, പരസ്പരമുള്ള സഹായത്തിന്റെ ഒരു കാഴ്ച, അത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ താങ്ങി നിർത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ ആന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന സ്വതവേ ക്ഷീണിതനാണ്, ആരോഗ്യനില അതീവ ദുഷ്കരമാണ്, ആരോഗ്യം കുറവാണ്, ഭക്ഷണം എല്ലാം കൃത്യമായി തന്നെ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതോടുകൂടി മയക്കുവെടിയേറ്റോടു കൂടിയാണ് അത്തരത്തിൽ ആന വീണത്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടത് ഒരിക്കലും കുത്തിമറിച്ച് ഇട്ടതല്ല, നേരെ മറിച്ച് ആനയെ താങ്ങുകയായിരുന്നു. ഏഴാറ്റുമുഖം ഗണപതി യഥാർത്ഥത്തിൽ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ താങ്ങി നിർത്തുകയായിരുന്നു, തന്നോട് ചേർത്ത് നിർത്തുകയായിരുന്നു. എന്തോ ഒരു അപകടം തന്റെ കൂട്ടുകാരന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏഴാറ്റുമുഖം രാവിലെ മുതൽ തന്നെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ തൊട്ടടുത്തുണ്ടായിരുന്നത്. പക്ഷെ തന്റെ സുഹൃത്ത് ഏതാണ്ട് എന്തോ ഒരു ദോഷത്തിലേക്ക്, എന്തോ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നെന്ന് മനസ്സിലാക്കിയോട് കൂടി തന്നെയാണ് ഈ ഏഴാറ്റുമുഖം തൊട്ടടുത്തേക്ക് എത്തുകയും തുമ്പിക്കൈ കൊണ്ട് അവനെ പരിലാളനകളും സ്നേഹങ്ങളും ഒക്കെ കൊടുക്കുകയും തന്റെ ആരോഗ്യം വെച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ അതീവ ക്ഷീണിതനായിട്ടുള്ള ആരോഗ്യസ്ഥിതി മൂലം ആന മറിഞ്ഞു വീഴുകയായിരുന്നു. എന്തായാലും ആ മറിഞ്ഞു വീണ ആനയ്ക്കും രക്ഷകരായിട്ടുള്ളതും എത്തിയിട്ടുള്ളതും 3 ആനകൾ തന്നെയാണ്. വയനാട് നിന്നുള്ള 3 കുങ്കിയാനകൾ. സുരേന്ദ്രനുണ്ട്, വിക്രമുണ്ട്, കുഞ്ചുണ്ട്. 3 പേരും തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് ഈ അതിരപ്പള്ളിയിൽ എത്തിയതാണ്. ഇനി 3 പേരുടെയും ദൗത്യമാണ്. ഈ 3 പേരും കൂടി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഈ വീണ് കിടക്കുന്നവനെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആ കൂട് വെച്ചിട്ടുള്ള ആ ഒരു വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്തായാലും ആനയെ അരുൺ സക്കറിയ ചികിത്സിക്കുന്നത്, അകത്ത് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ സ്ക്രീനിലും ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആനയ്ക്ക് എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്. ആനയ്ക്ക് വെള്ളവും ആഹാരവും നൽകിയിട്ടുണ്ട്. ഇനി ആനയെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. എന്തായാലും നേരത്തെ അല്പം ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ഒരു സ്നേഹലാളനത്തിൻ്റെതായിരുന്നു, ഒരു പരിലാളനത്തിൻ്റെതായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് അല്പം വൈകിയാണ്. കാരണം ഇവിടുത്തെ പ്രദേശവാസികളാണ് നമ്മളെ അത് വ്യക്തമാക്കി തന്നത്. കാരണം ഇത് കാഴ്ച കാണുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്നതും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ ആക്രമണം അവിടെ നടന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷെ ആക്രമണമായിരുന്നില്ല, യഥാർത്ഥത്തിൽ തന്റെ സഹജീവിയെ താങ്ങി നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഏഴാറ്റുമുഖം ഗണപതി നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ആ തുമ്പി ഉപയോഗിച്ചുകൊണ്ട് ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ തലോടുന്ന കാഴ്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാണുന്ന ഏതൊരാളുടെയും കണ്ണുകൾക്ക് ആദ്യം സംശയം ഉണ്ടാക്കുമെങ്കിലും പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സ്നേഹത്തിന്റെ ആയിരുന്നു, അത് സൗഹൃദത്തിന്റെ ആയിരുന്നു, സഹജീവിയോടുള്ള കരുണയായിരുന്നു. കരുണയുടെ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ്. ഈ വയനാട്ടിൽ നിന്ന് 3 പേരും എത്തിയിട്ടുള്ളത് തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ്. 3 പേരും തുമ്പിയെല്ലാം ഉയർത്തിക്കൊണ്ട് എന്തിനും തയ്യാറായി. സുരേന്ദ്രനാണെന്ന് തോന്നുന്നു ഈ തുമ്പി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 3 പേരും തുമ്പി ഉയർത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്. തീർച്ചയായിട്ടും ആ കടമ അവർ വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയധികം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തവരാണ് ഈ 3 പേരും. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഈ തന്റെ സഹജീവിയെ രക്ഷിച്ചെടുക്കാൻ പണ്ടും അവർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ദൗത്യം പൂർത്തീകരിക്കുമെന്ന് തന്നെ നമുക്ക് ശുഭപ്രതീക്ഷയിൽ വിശ്വസിക്കാം.
ആ വിശ്വാസത്തിന് കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ദുഷ്കരമായിട്ടുള്ള ദൗത്യങ്ങളും വളരെ ലളിതമായി കൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു ചരിത്രമുണ്ട് ഈ 3 പേർക്കും, ഈ 3 കുങ്കിയാനകൾക്കും. സുരേന്ദ്രൻ അടക്കമുള്ള കുങ്കിയാനകൾക്ക് ഒരു കാലത്ത് കാടിനെ വിറപ്പിച്ചിരുന്നവരാണ്. പിന്നീട് അത്തരത്തിൽ അവരെ പിടികൂടിക്കൊണ്ട് അവരുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അരുൺ സക്കറിയ അടുത്തുണ്ടെന്ന് പറയുന്നത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആശ്വാസമാണ്. ഏറ്റവും അതിവിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ പരിചയമുണ്ട്. അതുപോലെ തന്നെ കേരളം എപ്പോഴൊക്കെ അത്തരത്തിലൊരു അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ, വന്യജീവികൾ മൂലം അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ, അന്നെല്ലാം കേരളത്തെ രക്ഷിച്ചെടുക്കാനും കേരളത്തെ വാരിപ്പുണരാനും ഒരു കോട്ട കെട്ടിക്കൊണ്ട് അരുൺ സക്കറിയ ഏത് കാലത്തും നിന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം തന്നെയാണ് ഈ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാനുള്ള. ആനന്ദ്, ഇപ്പോൾ വനം മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമായിരിക്കാം. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്ക് പറ്റിയ ഒരു കൊമ്പനാന കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. വെടിവെച്ച് നേരത്തെ പരിക്ക് പറ്റിയ ആനയെ മയക്കുവെടി വെച്ച് മരുന്ന് നൽകി കാട്ടിലേക്ക് തിരിച്ചയച്ചതായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ആ മുറിവുകൾ മോശം സ്ഥിതിയിലേക്ക് വന്ന സാഹചര്യത്തിൽ വനംവകുപ്പിലെ മൃഗ ചികിത്സാ ഡോക്ടർ സക്കറിയുടെ നേതൃത്വത്തിൽ ചികിത്സിക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നു വന്നത്. ഇപ്പോൾ 2-3 ദിവസമായ സ്ഥിതി കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ്. ആ മുറിവുകൾ വീണ്ടും പഴുത്തു തുടങ്ങുകയും അതിൻ്റെ ഫലമായി വലിയ പീഡനം ആ മൃഗം ആന ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വരെ നടത്തിയ ദൗത്യത്തിൻ്റെ ഫലമായി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറിവുകൾ വൃത്തിയാക്കി ആവശ്യമായ മരുന്നുകൾ നൽകി ആ ആനയെ കുങ്കിയാനകളുടെയും മറ്റും സഹായത്തോടെ ആംബുലൻസിൽ കയറ്റി കോടനാട്ടിലേക്കുള്ള അവിടെയുള്ള വന്യമൃഗ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് തന്നെയുണ്ട്, ആനയുടെ അടുത്ത് തന്നെയുണ്ട്. ഈ ദൗത്യത്തെ സഹായിക്കാൻ കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. വാഹനം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. റോഡ് സൗകര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട എല്ലാ നടപടികളും എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിലെ ജീവനക്കാർ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്നതിന് ഇടയുള്ളൊരു പ്രശ്നം മയക്കുവെടി വെച്ചതിൻ്റെ ഇഫക്റ്റിൽ നിന്നും ആന മോചിതനാകാനുള്ള ഏതാണ്ട് സമയം എടുത്തു കഴിഞ്ഞു. അതിനൊരു സമയം ഉണ്ട്. ആ സമയപരിധി കഴിയുമ്പോൾ ആ മയക്കത്തിൽ നിന്നും ഉണരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ അതിനു മുമ്പ് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആംബുലൻസിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 മണിക്കൂർ നേരം നിർണായകമാണ് എന്ന നിലയിലാണ് ഡോക്ടർമാരും അവിടുത്തെ വനംവകുപ്പിലെ മേധാവികളും എന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അവർ ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഇതിനപ്പുറത്ത് ഇത് വ്യക്തിമാർഗമുള്ള ആനയെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം. ഇപ്പോൾ ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സിക്കുക എന്നതാണല്ലോ പ്രായോഗികം. കാട്ടിനുള്ളിലെ ചികിത്സ എന്ന് പറയുന്നത് അതും ശ്രമകരമായൊരു ജോലിയാണ്. അപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കോടനാട്ടിലെ ആന പരിപാലന സങ്കേതമാണ്. അവിടെ എത്തിക്കുക. അതിനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ
ഇനിയിപ്പം ഈ മയക്കുപിടി വെച്ച ആനയെ കുങ്കിയാനയുടെ സഹായത്തോടുകൂടി വാഹനത്തിൽ കയറ്റുക എന്ന ജോലിയാണ്. അത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോട്ടനാടേക്ക് എത്തിക്കുന്നതിനും പിന്നെ ആംബുലൻസിൽ നിന്ന് താഴെ എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമൊക്കെ അവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന നിലപാടാണല്ലോ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അപ്പോൾ നല്ലത് വരട്ടെ.